നമുക്ക് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏത് തരം താപപ്രേഷണത്തിലൂടെയാണ്? അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 ടൈപ്പ് ആൾക്കാർക്ക് ഈ പരീക്ഷയ്ക്ക് ഗുണകരമാവും. ഏറ്റവും ഇഫക്റ്റീവ്, അത് കേട്ടിട്ടിനെന്നല്ല, ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലതരം ആൾക്കാരുണ്ടാവും. ചിലർ നല്ല അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞ് നല്ല തകൃതിയായിട്ട് റിവിഷൻ നടത്തുമായിരിക്കും. ചില ആൾക്കാർ ഇനി കുറച്ചും കൂടി ഒന്ന് പഠിച്ച് തീർത്തിട്ട് വേണം റിവിഷൻ നടത്താൻ എന്ന രീതിയിലുള്ള ഓട്ടപ്രദക്ഷിണത്തിലായിരിക്കും. മറ്റു ചിലർ എന്തായാലും എക്സാമിന് അപ്ലൈ ചെയ്തല്ലോ, ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. മറ്റു ചിലര് ഇത്തവണ എന്ത് വന്നാലും ശരി പഠിക്കാതെ പോയി വെറുതെ ഒന്ന് എഴുതി നോക്കുക, ഇനി അടുത്ത തവണ ഉറപ്പായിട്ടും പഠിച്ചിട്ട് എഴുതിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിൽ ആദ്യത്തെ 3 ടൈപ്പ് ആൾക്കാർക്ക് ഈ പരീക്ഷയ്ക്ക് ഗുണകരമാവും എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളെ പരീക്ഷയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സയൻസ് അല്ലേ? ചിലർക്കൊക്കെ കുറച്ച് പേടിയും അതുപോലെ അയ്യോ സയൻസ് ശരിയാവോ എന്ന ചിന്തയൊക്കെ ഉള്ള ഒരു വിഷയമാണ് സയൻസ്. അപ്പൊ ഈ സയൻസിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ മുഴുവൻ മാർക്കും നേടാം എന്നതിന് ചില ചെറിയ ചെറിയ പൊടിക്കൈകളും ടിപ്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷൻ ആണ്. ഓൾറെഡി നിങ്ങൾ നന്നായി പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്ന് തന്നെയാണെങ്കിലും ഇതെനിക്ക് അറിയാം എന്നുള്ള മുൻവിധി ഒഴിവാക്കിയിട്ട് പഠിച്ച കാര്യങ്ങളാണെങ്കിലും നന്നായി അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇനി പഠിച്ച സമയത്ത് മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യങ്ങളുണ്ടാവും. അത്തരം വിഷയങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ സ്ട്രെസ് നൽകുക. ഇടയ്ക്കിടയ്ക്ക് എന്ന് എഴുതിയിട്ട് അത് തന്നെ ഇരുന്ന് പഠിച്ച് ഒരുപാട് സമയം കളയണമെന്നല്ല, ആവർത്തിച്ച് നോക്കുക. അപ്പൊ റിവിഷൻ നടത്താൻ വേണ്ടി പല രീതികളുണ്ട് അല്ലേ? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നിങ്ങൾ പഠിക്കുന്ന പുസ്തകമൊക്കെ നോക്കി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഏതെങ്കിലും ഒരു ചെറിയ നോട്ടിലോ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കുറിപ്പടി പോലത്തെ സംഭവത്തിലൊക്കെ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഉറങ്ങുന്ന റൂമിലോ അല്ലെങ്കിൽ ഇനിയിപ്പം കിച്ചണിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും ഒക്കെ ഈ ഇക്വേഷൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ഒക്കെ അവിടെ എഴുതി കുഞ്ഞി പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ കേട്ട് റിവൈസ് ചെയ്യാം. ഇനി അതല്ല, ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്, വായിച്ച് പഠിക്കാൻ തന്നെ സമയമുള്ള ആൾക്കാർക്ക് ഇരുന്ന് വായിച്ച് റിവൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവും, ഇനി നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യം എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മുൻവർഷ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പക്ഷെ മുൻവർഷ ചോദ്യം മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചോദ്യം, നമുക്ക് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏത് തരം താപപ്രേഷണത്തിലൂടെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓപ്ഷനിൽ സംവഹനമുണ്ട്, ചാലനമുണ്ട്, വികിരണമുണ്ട്, പിന്നെ ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പൊ നമുക്കറിയാം അതിന്റെ ഉത്തരം വികിരണമാണ് അല്ലെ? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നതും കത്തുന്ന പ്രകാശിക്കുന്ന ബൾബിൽ നിന്ന് ചൂട് കിട്ടുന്നതും സൂര്യനിൽ നിന്ന് താപോർജ്ജം കിട്ടുന്നതും ഇൻക്യുബേറ്ററിൽ നടക്കുന്നതും ഒക്കെ എന്താണ്? അവിടെ വികിരണമാണ്. പക്ഷെ നമ്മളത് പഠിക്കുന്ന സമയത്ത് വികിരണം എന്ന ആൻസർ പഠിക്കുക. അതോടൊപ്പം തന്നെ വികിരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വികിരണം, വികിരണവുമായി ബന്ധപ്പെട്ട മറ്റു ഉദാഹരണങ്ങൾ ഏതൊക്കെ എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ മറ്റ് ഓപ്ഷൻസും പഠിക്കുക. അതായത് സംവഹനം എന്താണ്, ചാലനം എന്താണ് എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അത് ഏത് ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്? അത് താപവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പൊ താപം എന്താണ്, താപത്തിന്റെ യൂണിറ്റ് എന്താണ്, താപം എന്താണ്, താപം അളക്കുന്ന ഉപകരണം കലോറിമീറ്റർ അതെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ താപീയ വികാസം, ഒന്നുമില്ല, താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾക്ക് വികസിക്കാൻ, വ്യാപ്തം കൂടാനുള്ള ഒരു പ്രവണത ഉണ്ടാവും, അതാണ് താപീയ വികാസം. അപ്പൊ അതും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ്, ആ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തൊക്കെ മനസ്സിലായി? ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എങ്ങനെ ചോദ്യം വരുമെന്ന് മനസ്സിലായി. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ റിവൈസ് ചെയ്തു അല്ലെങ്കിൽ പഠിച്ച് സെറ്റാക്കി. അപ്പൊ ഈ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക, ഒപ്പം റിലേറ്റഡ് ഫാക്ട്സ് കൂടി കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ്, അത് കേട്ടറ്റിനെന്നല്ല ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഇത് സയൻസിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ടോപ്പിക്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ചുറ്റുമുള്ള കാര്യങ്ങളും കൂടി അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ ഓരോരോ ടോപ്പിക്കായിട്ട് സെറ്റ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ നമ്മുടെ പഠനത്തിൽ അല്ലെങ്കിൽ റിവിഷനിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമാണ് SCERT പാഠപുസ്തകം അല്ലെ? SCERT പാഠപുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ SCERTയിലുള്ള നിങ്ങളുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അതിലെ പ്രധാന കാര്യങ്ങൾ അതൊന്ന് ഉറപ്പായിട്ടും മനസ്സിൽ
ഉറപ്പിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ സയൻസിൽ ഇത്തരത്തിൽ SCERT-യിലൂടെ കടന്നു പോകലും അതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്, പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കും. അപ്പം ഇനിയും കൂടുതൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.